കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീട്ടിൽ ശാന്തിയുണ്ടായിടുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീട്ടിൽ സൗഖ്യമുണ്ടായിടുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനസ്വസ്ഥത മാറിയിടുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനൈശ്വര്യമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ ആഗമന കാലത്ത് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന വലിയ ഒരു പ്രാർത്ഥനാ യജ്ഞമാണ് ജോഷുവ പ്രയർ. ഈ ദിവസങ്ങളിലെല്ലാം ദിവ്യകാരുണ്യത്തെ ആരാധിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്തുകൊണ്ടും നമ്മുടെ കുടുംബങ്ങൾ സുരക്ഷിതമാകാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതാണ്. നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും വലിയ ഒരു നവീകരണം സംഭവിക്കുന്നതിലൂടെ അത് സഭയ്ക്കും ലോകം മുഴുവനും വലിയൊരു നവീകരണമായി തീരുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മളിന്ന് ചിന്തിക്കുന്ന ഒരു വചനഭാഗം സങ്കീർത്തനങ്ങൾ 121, അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വചനഭാഗം. ശ്രദ്ധിച്ചു കേട്ടോണം, ഹൃദയത്തിൽ ഉറപ്പിക്കണം. ഈ പ്രാർത്ഥനയുടെ അവസാനമാകുമ്പോൾ ഇത് നമുക്ക് മനഃപ്പാടമാകണം. അതിന് നമ്മൾ ഏതാനും പ്രാവശ്യം കൂടി ഈ വചനം എടുത്തു പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. സങ്കീർത്തനം 121, 3 മുതൽ 5 വരെയുള്ള വചനഭാഗം. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുവശത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി അർത്ഥവത്തായ ഒരു വചനഭാഗം, നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു വചനഭാഗം. നമ്മുടെയൊക്കെ കുടുംബം എപ്പോഴാണ് സുരക്ഷിതമാകുന്നത് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് സങ്കീർത്തനം 121, 3 മുതൽ 5 വരെയുള്ള വചനഭാഗം. ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്ന് വഴുതി വീഴുന്ന വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. വഴുതി വീഴുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ ശാരീരിക തലത്തിലായിരിക്കാം,
മാനസിക തലത്തിലായിരിക്കാം, ആത്മീയ തലത്തിലായിരിക്കാം, ഒരുപാട് വ്യക്തികളും ഒത്തിരി കുടുംബങ്ങളും വഴുതി വീഴുകയാണ്. ഇത് മാറാൻ ദൈവത്തിൽ നമ്മുടെ കുടുംബം സ്ഥാപിതമാകണം. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനങ്ങൾ, കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക. ഞാൻ ഓർക്കാൻ, എൻ്റെ ഒരു ആൻറ്റി എന്തോ സാധനം എടുക്കാൻ കസേര കയറി നിന്നാ അവിടുന്ന് വഴുതി താഴെ വീണു. അല്പാശ്രദ്ധ കൊണ്ടായിരിക്കാം, വഴുതി താഴെ വീണു. ഒരു 6 മാസക്കാലം പ്ലാസ്റ്ററൊക്കെ ഇട്ട് കട്ടിലേക്ക് കിടക്കേണ്ടി വന്നു. എന്നിട്ടും പഴയ ആരോഗ്യം വീണ്ടെടുക്കാനായില്ല. ഇടുക്കി സൈഡിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരു സഹോദരൻ അവിടെ ഒരു ധ്യാനത്തിന് പോയപ്പോഴത്തേക്കും അവരുടെ വീട്ടിൽ കൊണ്ടുപോയതാണ്. മിറ്റം കഴിഞ്ഞ് നിന്ന് ചെറിയൊരു മാവ്, ആ മാവിൽ നിന്ന് മാങ്ങ പറിക്കാനോ മറ്റ് മാവിൻ്റെ മുകളിൽ കയറിയതാണ്. വലിയ ഉയരമൊന്നുമില്ല, പക്ഷെ അതിൽ നിന്നും വഴുതി വീണിട്ട് നടുവിന് ക്ഷതമേറ്റ് നന്നേ ചെറുപ്പക്കാരനാണെങ്കിലും കിടക്കുന്നത് ഞാൻ കണ്ടതാണ്. വഴുതി വീണാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ് പക്ഷേ നമ്മൾ മനസ്സിൻ്റെ തലത്തിൽ വഴുതി വീഴുമ്പോൾ, മനസ്സിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. അതുപോലെ ആത്മീയ തലത്തിൽ നമുക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആഘാതം വലുതായിരിക്കും എന്ന ആ ഒരു കാര്യം നമ്മൾ മറക്കരുത്. ഇനി ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വീഴ്ചകൾ പലതും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്ന ആ ഒരു കാര്യം മറക്കരുത്. ഈ വചനം എനിക്ക് ഈ പ്രാർത്ഥനയ്ക്കായിട്ട് ലഭിച്ചപ്പോൾ ഏറെ സന്തോഷം തോന്നി. കുറച്ച് നാൾ മുമ്പ് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വ്യക്തി എനിക്ക് ഒരു ആയുർവേദ മരുന്ന് കൊണ്ടുവന്നു തന്നു. എൻ്റെ പേര് കവചപ്രാശം. നമ്മൾ ഈ ചവനപ്രാശം അത് നമ്മൾ കഴിച്ചിട്ടുണ്ടാവാം, കേട്ടിട്ടെങ്കിലും ഉണ്ടാകാം. ഇത് കവചപ്രാശം, അതാണ് ആ കുപ്പിയുടെ പുറത്ത് തന്നെ എഴുതിയിരിക്കുന്നത്. ഞാനത് സ്വീകരിച്ച് ഞാനത് കഴിക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് എൻ്റെ മനസ്സിൽ കൂടെ പോയ ഒരു ചിന്ത ഇതാണ്, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നമുക്കൊരു വചന കവചപ്രാശം ഉണ്ടായിക്കൂടാ? ഞാൻ ഏതാനും വചനങ്ങൾ, ഒരു 33 വചനങ്ങൾ, യേശുവിൻ്റെ ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ച 33 വർഷമാണല്ലോ, 33 ഒരു നല്ല നമ്പറാണ്. അപ്പം അതുകൊണ്ട് 33 വചനങ്ങൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നൊക്കെ ഗ്യാദർ ചെയ്ത്, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിൽ നിന്നാണ് അത് വചന കവചപ്രാശമാക്കി. ഒത്തിരി വ്യക്തികളത് സ്വീകരിച്ച് അത് ഇങ്ങനെ ഓരോ ദിവസവും ആ വചനങ്ങൾ ചൊല്ലി അതിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നതായിട്ട് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം, ഈ ആ 33 വചനങ്ങളിൽ ഒരു വചനഭാഗമാണ് സങ്കീർത്തനം 121 3 മുതൽ 5 വരെയുള്ള വചനഭാഗം. ഒരിക്കൽ കൂടി നമുക്ക് ആ വചനം ഒന്ന് മനസ്സിലാക്കാം. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവൻ നിന്റെ വലതുവശത്തുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കുടുംബം സുരക്ഷിതമാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കുടുംബം ദൈവത്തിൻ്റെ വചനത്തിന്മേൽ സ്ഥാപിതമാവുക എന്നുള്ളത്. വിശുദ്ധ മദർ തെരേസ, കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ സൂചിപ്പിച്ച ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അവർ പറയുന്നത്, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് സ്നേഹം നടമാടുന്നത് കാണാൻ ആഗ്രഹമുണ്ടോ? സാഹോദര്യം നടമാടുന്നത് കാണാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ ഏത് കാര്യത്തെക്കുറിച്ച്, നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടമാടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതാദ്യം ആരംഭിക്കേണ്ടത് കുടുംബത്തിലാണ്. കുടുംബത്തിലാണ് അതാദ്യം ആരംഭിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കുടുംബത്തിൽ നിന്നും വലിയ കാര്യങ്ങൾ പഠിച്ച് അതനുസരിച്ച് വളരെ അനുഗ്രഹപ്രദമായ ജീവിതം നയിച്ച പല വ്യക്തികളുമുണ്ട്. ഞാൻ വിദേശത്തൊരു രാജ്യത്താണ്. അവിടെ ഞാൻ കുറച്ച് നാളുണ്ടായിരുന്ന, അവിടെ സ്ഥിരമായിട്ട് ഞാൻ പോകുന്ന ഒരു ഭവനം.
ആ വീട്ടിൽ ചെന്ന ഒരു 4 ആൺമക്കളാണ് അവർക്കുള്ളത്. ആ വീട്ടിൽ ചെന്നാൽ ഒരു പ്രത്യേകതയാണ്, പ്രത്യേകമായ രീതിയിൽ ദൈവ സാന്നിധ്യം അവിടെ അനുഭവിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷമാണ് ആ വീട് സന്ദർശിക്കുന്നത്. മാത്രമല്ല അവർ വളരെ കാര്യമായിട്ട് വളരെ ഔദാര്യപൂർവ്വം ഇവിടെ ഈ വചന പ്രഘോഷണങ്ങളെയും ശുശ്രൂഷകളെയും ഒക്കെ സഹായിക്കുന്ന, സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ഒരു കുടുംബം കൂടിയാണ്. ഞാൻ ആ കുടുംബത്തിൽ നിന്നും പഠിച്ച വലിയൊരു കാര്യമുണ്ട്. ആ കുടുംബത്തിൽ അവരാരും മദ്യപിക്കില്ല, അവരാർക്കും മദ്യം കൊടുക്കത്തുമില്ല. അവിടെ ചെന്ന് കുടിക്കാമെന്നാരും വിചാരിക്കണ്ട. അവിടെ ചെല്ലുന്നവർക്ക് ഒരിക്കലും മദ്യം കൊടുക്കത്തില്ല, അവർ മദ്യപിക്കത്തുമില്ല. ഇനി ആ കുടുംബനാഥൻ സംസാരിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആ കുടുംബനാഥൻ പറഞ്ഞത്, പക്ഷേ എൻ്റെ അപ്പൻ ഒരിക്കൽ പോലും കുടിക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എൻ്റെ അപ്പൻ ഒരിക്കൽ പോലും ആർക്കും മദ്യം കൊടുക്കരുതെന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ കുടിച്ചിട്ടുമില്ല, ആർക്കും കൊടുത്തിട്ടുമില്ല. എൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത് അതാണ് എന്നെ സ്പർശിച്ചത്. നമ്മുടെ കുടുംബം എന്തുമാത്രം നമ്മളെ സ്വാധീനിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ അപ്പൻ കുടിക്കുന്നത് ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അപ്പൻ ആർക്കെങ്കിലും മദ്യം കൊടുക്കുന്നത് ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. എൻ്റെ അപ്പനിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ശരിക്കും നമ്മുടെ ഭവനം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ പഠിക്കാറുണ്ട്. നല്ലതാകാം, മോശമായ കാര്യമാകാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ നല്ല രീതിയിൽ വളർന്നു വരണമെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുടുംബത്തിൻ്റെ അന്തരീക്ഷം, മാതാപിതാക്കളുടെ പെരുമാറ്റം, നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കാറുള്ള സംഭാഷണങ്ങൾ, അവിടെ നടക്കാറുള്ള കാര്യങ്ങൾ, അതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വളർന്നു വരുന്ന മക്കളുണ്ടെങ്കിൽ അവരതൊക്കെ കണ്ടും കേട്ടും പഠിക്കും എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മറക്കരുത്. നമുക്ക് കാണാൻ സാധിക്കും, കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഏതാനും ചില കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടുപഠിക്കും. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേട്ടു പഠിക്കും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപഠിക്കും. കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ചില സംഗതികൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പല വീടുകളിലും പിള്ളേരുടെ എണ്ണം കുറവാണ്. ഒരു കൊച്ച്, 2 കുട്ടികൾ, ചിലയിടത്തൊക്കെ 3 മാക്സിമം. ഇനി അവിടെ കൊണ്ട് നിർത്തുന്ന കുടുംബങ്ങളാണ് പല കുടുംബങ്ങളും. അവർക്ക് ദൈവമക്കളെ നൽകില്ലാഞ്ഞിട്ടല്ല, അവർക്ക് സാമ്പത്തിക ശേഷി ഇല്ലാഞ്ഞിട്ടല്ല, അതല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ വൈകല്യമുള്ള ഒരു കൊച്ച് ഉണ്ടായതിൻ്റെ പേരിൽ ഇനിയൊന്നും വേണ്ടാന്ന് വിചാരിച്ചതല്ല. കൂടുതൽ കുട്ടികളായി കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ, ചിലവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാർ. ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്, ഒരു സ്ത്രീ 16 പ്രസവിച്ച ഒരു സ്ത്രീ, ഒരു അബോർഷനും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. 16 പ്രസവിച്ച ഒരു സ്ത്രീ, ആ 16 കുഞ്ഞുങ്ങളെയും അവർ വളർത്തി. ആ കുടുംബത്തിൽ അതിൻ്റെ പേരിൽ അവരൊരിക്കൽ പോലും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. ഇനി ആ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത, അവരെ ദൈവം അനുഗ്രഹിച്ച് സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് അനുഗ്രഹിച്ച് ഉയർത്തി. മാത്രമല്ല ആ വീട്ടിൽ ചിരിയുണ്ട്, വർത്തമാനമുണ്ട്, ആഘോഷങ്ങളുണ്ട്, ഇതെല്ലാമുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും. വേണേ ഈ ഒരു കൊച്ചും 2 കൊച്ചും ഒക്കെ ആയിട്ട് കഴിയുന്ന പല കുടുംബങ്ങൾ, ആ കുഞ്ഞുങ്ങളെ തന്നെ സ്വഭാവത്തിലേക്ക് നോക്കിയാൽ ഒത്തിരി സ്വാർത്ഥത അവരിൽ പ്രകടമാകുന്നത്. പങ്കുവയ്ക്കാൻ അറിയില്ലാത്ത, സഹനങ്ങൾ ഏറ്റെടുക്കാൻ അറിയില്ലാത്ത കുഞ്ഞുങ്ങളെ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ കാണാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം ദൈവത്തിൽ, ദൈവവചനത്തിൽ, ദൈവസ്നേഹത്തിൽ സ്ഥാപിതമായിരിക്കണം. നമ്മുടെ കൂടെ, നമ്മുടെ കുടുംബത്തിൽ ദൈവമുണ്ടാകണം. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിൻ്റെ വലതുവശത്തുണ്ട്, അതുകൊണ്ട് നിൻ്റെ കാൽ വഴുതാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഉറക്കം തൂങ്ങാത്ത, നമ്മളൊക്കെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ കുർബാനയുടെ ഇടയ്ക്ക് വേണമെങ്കിൽ ഉറക്കം തൂങ്ങും, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരുന്നാൽ ഉറക്കം തൂങ്ങും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷേ ഉറക്കം തൂങ്ങാത്ത, നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മളെ വീഴാൻ പോലും വിട്ടുകൊടുക്കാത്ത ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഈ സങ്കീർത്തന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുക. ഇക്കാര്യം നമുക്ക് മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ സാധിച്ചാൽ
ആ ദൈവത്തിൻ്റെ കൂടെ നിന്ന് നമ്മുടെ കുടുംബം, അതുപോലെ തന്നെ ആ കുടുംബത്തിലുള്ള നമ്മുടെ ജീവിതം, നമ്മുടെ പ്രവർത്തനങ്ങൾ അതെല്ലാം അനുഗ്രഹപ്രദമാക്കാൻ സാധിക്കും എന്ന കാര്യം നമ്മൾ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുടുംബത്തിൽ നിന്നും പല കാര്യങ്ങൾ പഠിക്കുന്നതായിട്ട് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ മാതാപിതാക്കളിൽ നിന്നും പലതും നമുക്ക് പഠിക്കാൻ പറ്റും. ഇവിടെ സഹോദരങ്ങളിൽ നിന്നും പലതും നമുക്ക് പഠിക്കാൻ പറ്റും. ഗുരുഭൂതന്മാരിൽ നിന്നും പലതും പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിനുപരിയായിട്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം, ഇവർക്കാർക്കും തരാൻ പറ്റാത്തൊരു പഠനം ദൈവത്തിന് തരാൻ പറ്റും. നിങ്ങൾ വിശുദ്ധ ബർനാഡിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന് ഈ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മുലപ്പാൽ നാവിൽ വീണിട്ട് അത് വലിയൊരു ജ്ഞാനത്തിൻ്റെ അഭിഷേകമായി മാറിയെന്നാണ് പാരമ്പര്യം പറയുക. പരിശുദ്ധ അമ്മയിലൂടെ വലിയ അറിവ് ലഭിച്ച ഒരു വ്യക്തി. വീണ്ടും കാണാൻ സാധിക്കും, CNIയിലെ വിശുദ്ധ ക്യാതറിൻ സ്കൂളിൽ പോയോ കോളേജിൽ പോയോ ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ സഭാ പണ്ഡിത. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? കർത്താവ് അവളെ നേരിട്ട് പഠിപ്പിച്ചെന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ബനവഞ്ചർ, അദ്ദേഹത്തോട് തോമസ് അക്വിനാസ് ചോദിച്ചു, നിനക്ക് ഈ ജ്ഞാനമെല്ലാം എവിടെ നിന്ന് കിട്ടി? അതിന് മറുപടിയായിട്ട് പറഞ്ഞത്, ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിലിരുന്ന് ദീർഘനേരം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നൽകാത്തതായി എനിക്കൊന്നുമില്ല. എനിക്ക് ജ്ഞാനമുണ്ടെങ്കിൽ അത് ദൈവം എനിക്ക് നൽകിയതാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ദൈവത്തിന് നമ്മളെ പഠിപ്പിക്കാൻ പറ്റും. പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ ദൈവം പല കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കും. നമ്മുടെ കുടുംബത്ത് പ്രാർത്ഥനയുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയിലൂടെ നമ്മുടെ കുടുംബത്തെ പല കാര്യങ്ങളും കർത്താവ് പഠിപ്പിക്കും. ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൽ നിന്ന് പഠിക്കാൻ പറ്റും, മാതാപിതാക്കളിൽ നിന്ന് പഠിക്കാൻ പറ്റും, സഹോദരങ്ങളിൽ നിന്ന് പഠിക്കാൻ പറ്റും, നമ്മുടെ മക്കളിൽ നിന്ന് പഠിക്കാൻ പറ്റും, ഗുരുഭൂതന്മാരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാകും. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വലിയ ഒരു അനുഗ്രഹമായി മാറുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള സമയം നമ്മൾ ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മളും നമ്മുടെ കുടുംബവും സുരക്ഷിതമാകണം. നമ്മളും നമ്മുടെ കുടുംബവും ഈ ലോകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമായി മാറണം. നമ്മളും നമ്മുടെ കുടുംബവും കർത്താവിന് സാക്ഷ്യം വഹിക്കണം. അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് ശേഷിച്ച സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിനോട് ഒരു ഗാനം ആലപിച്ച് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും പരിശുദ്ധാത്മാവ് ഒരുക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പാവനാത്മാവേ, എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. എല്ലാവരും ചേർന്ന്. പാവനാത്മാവേ, എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സന്ദർശിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ദൈവവചനത്തിനായിട്ട് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാടാം. സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ, സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ, ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ, ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ. എല്ലാവരും ചേർന്ന്. പാവനാത്മാവേ,
എൻ ജീവദായകനേ ഇറങ്ങി നീവാ നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ ഇറങ്ങി നീവാ നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് ദൈവവചനത്തിനായിട്ട് നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം നവീകരിക്കുന്ന, നമ്മുടെ കുടുംബത്തെ നവീകരിക്കുന്ന ദൈവവചനങ്ങൾക്കായി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ നമ്മുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ നന്നായിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാൽ മതി. നമ്മുടെ ജീവിതത്തിൻ്റെ കെട്ടുകൾ അഴിയും, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ മാറും, നമ്മുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ നമ്മളെ വിട്ടുപോകുന്ന അനുഭവമുണ്ടാകും, നമ്മുടെ കുടുംബത്തിൻ്റെ കെട്ടുകൾ പൊട്ടി വീഴുന്ന അനുഭവം നമുക്കുണ്ടാകും. ആ വലിയ ബോധ്യത്തോടെ നമ്മളിനി ഈ സമയം എല്ലാവരും ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പാടണം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും കർത്താവ് ഇറങ്ങി വരും. നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ മാത്രമല്ല, മനസ്സിൻ്റെ ആവശ്യങ്ങൾ, ആത്മാവിൻ്റെ ആവശ്യങ്ങൾ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, ലോകം മുഴുവൻ്റെയും ആവശ്യങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ദിവ്യകാരുണ്യനാഥനെ നമുക്കിപ്പോൾ ആരാധിച്ച് സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കാം. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ആരാധന 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 ആരാധന. അത്യുന്നതങ്ങളിൽ ആരാധന, ആരാധ്യനാഥനിന്നാരാധന. അത്യുന്നതങ്ങളിൽ ആരാധന, ആരാധ്യനാഥനിന്നാരാധന. മാലാഖമാർ പാടും ആരാധന, പരിശുദ്ധനേകിടും ആരാധന. മാലാഖമാർ പാടും ആരാധന, പരിശുദ്ധനേകിടും ആരാധന. ആരാധന എല്ലാവരും അഭിഷേകത്തോടെ പാടട്ടെ. ആരാധന 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 ഏക സ്വരത്തിൽ പാടാം. ആരാധന 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 ആരാധന. ക്രൂശിതനായ യേശുവിനെ, പാപവിമോചകനായ യേശുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്
എല്ലാവരും പാടട്ടെ. ക്രൂശിതനായവൻ ആരാധന, പാപവിമോചകൻ ആരാധന. ക്രൂശിതനായവൻ ആരാധന, പാപവിമോചകൻ ആരാധന. ജീവന്റെ നാഥന് ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ജീവന്റെ നാഥന് ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ആരാധന 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 ആരാധന. എല്ലാവരും മേഘസ്വരത്തിൽ ആരാധന 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 ആരാധന. മാലാഖമാരോട് ചേർന്ന് ആരാധന ആരാധന ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മളിന്ന് കേട്ട വചന സന്ദേശം ഹൃദയത്തിലേക്ക് ഒരിക്കൽ കൂടി ഏറ്റെടുക്കാം. സങ്കീർത്തനം 121 3 മുതൽ 5 വരെയുള്ള വചനഭാഗം ഹൃദയത്തിൽ നമുക്ക് ഉറപ്പിക്കാം. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ നിന്റെ വലതുഭാഗത്ത് അവിടുന്നുണ്ട്. ഈ വചന സന്ദേശപ്രകാരം ജീവിക്കാതെ പോയ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അനാവശ്യമായിട്ട് നമ്മൾ ഉത്കണ്ഠപ്പെട്ടത്, ആകുലപ്പെട്ടത്, അവിശ്വസിച്ചത്, അവയ്ക്കെല്ലാം ദൈവത്തോട് മാപ്പ് ചോദിക്കാം. കർത്താവേ, ഞങ്ങളുടെ കൂടെ വസിക്കുന്ന അവിടുത്തെ ദിവ്യ സാന്നിധ്യം ഓരോ നിമിഷവും തിരിച്ചറിഞ്ഞ് അർത്ഥവത്തായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, വചനത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അനുതാപത്തോടെ ഈശോയുടെ കാരുണ്യം യാചിച്ചുകൊണ്ട് നമുക്ക് ഈ ലൈനുകൾ നമ്മുടെ പ്രാർത്ഥനകളാക്കി മാറ്റാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. അനുതാപത്തോടെ യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് മുട്ടുകുത്തേണ്ടവർക്ക് മുട്ടുകുത്താം. ജീവിതം ഒരിക്കൽ കൂടി ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും തൊട്ടനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ആരെയെല്ലാം തൊടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നോ അവരെല്ലാം മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുക. കാരുണ്യവാനായ കർത്താവേ, അവിടുത്തെ ശക്തി ഈ മക്കളുടെ മേൽ അയക്കണമേ. ആ ശക്തി ഇവരിൽ സൗഖ്യമായി മാറട്ടെ, ബലമായി മാറട്ടെ, പ്രത്യാശയായി മാറട്ടെ. ഇവരുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം കർത്താവേ അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, അങ്ങിൽ ദൃഷ്ടി ഉറപ്പിച്ച കുടുംബങ്ങൾ ഐശ്വര്യം പ്രാപിക്കും, സുരക്ഷിതരായിരിക്കും. ആ വലിയ ബോധ്യത്തോടെ ഞങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ദിവ്യകാരുണ്യ ഭക്തരായി മാറുവാൻ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിലൂടെ ആ ഭക്തി ഞങ്ങൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ച് കർത്താവെ അനേകം ആത്മാക്കളെ നേടിയെടുക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവെ, ഈ നിമിഷം ഇവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് കണ്ട് ഇവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കുടുംബത്തെ അനുഗ്രഹിക്കണമേ, കുടുംബത്തെ സുരക്ഷിതമാക്കണമേ. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും സംരക്ഷിക്കുവാനും വിശുദ്ധീകരിച്ച് വിടുതൽ നൽകി അനുഗ്രഹിക്കുവാനും കർത്താവ് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശിരസ്സ് നമിക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം
നമുക്കിപ്പോൾ ഏറ്റെടുക്കാം.